ഗുരുവായൂർ ദേവസ്വത്തിന്റെ തിരുത്തിക്കാട്ട് പറമ്പിലെ മാലിന്യ കൂമ്പാരം 3 ദിവസമായി പുകയുന്നു. പരിസരവാസികൾ ഭീതിയിൽ വെന്തുരുകുന്നു. കാൽ നൂറ്റാണ്ടു മുമ്പ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി പണിയാൻ വേണ്ടി ദേവസ്വം ഏറ്റെടുത്തതാണ് 2 ഏക്കറിലധികം വരുന്ന തിരുത്തിക്കാട്ട് പറമ്പ്. ഇതിപ്പോൾ ദേവസ്വത്തിന്റെ മാലിന്യ നിക്ഷേപ കേന്ദ്രമാണ്. പ്ലാസ്റ്റിക് മാലിന്യം കുന്നുകൂട്ടിയിട്ടിരിക്കുകയാണ്. ക്ഷേത്രത്തിലെയും ദേവസ്വത്തിന്റെ അധീനതയിലുള്ള സ്ഥാപനങ്ങളിലെയും മാലിന്യം മുഴുവൻ എത്തുന്നത് ഇവിടെയാണ്. കാനകളിൽ നിന്നുള്ള മാലിന്യം മണ്ണ് മുതൽ കോൺക്രീറ്റ് മാലിന്യം വരെ ഇവിടെ നിക്ഷേപിച്ചിട്ടുണ്ട്. വേനൽ കനത്തതോടെ ഇവിടെ കാടുപിടിച്ചു കിടക്കുന്ന പുല്ലുകൾ ഉണങ്ങിയ നിലയിലാണ്. ഇതിനിടയിലാണ് ബുധനാഴ്ച രാവിലെ 11 മണിയോടെ ആദ്യം തീപിടുത്തമുണ്ടായത്. റെയിൽവേയുടെ ഉടമസ്ഥതയിലുള്ള തൊട്ടടുത്ത പറമ്പിൽ നിന്നാണ് തീ പടർന്നത്. 1 ഏക്കറോളം വരുന്ന സ്ഥലത്തെ പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങളും പുൽക്കാടും കത്തിനശിച്ചു. ഗുരുവായൂർ കുന്നംകുളം ഫയർഫോഴ്സുകൾ എത്തി 12:30ഓടെ തീയണച്ചു. വൈകിട്ട് 4 മണിയോടെ തീ വീണ്ടും ആളിക്കത്തി. ഫയർഫോഴ്സ് വീണ്ടും എത്തി തീ കെടുത്തി. വ്യാഴാഴ്ച രാത്രിയിൽ കറുത്ത പുക ഉയർന്ന് ശ്വസിക്കാൻ ബുദ്ധിമുട്ട് നേരിട്ടതായി പരിസരവാസികൾ പറഞ്ഞു. വെള്ളിയാഴ്ചയും തീ അണയാതെ പുകഞ്ഞുകൊണ്ടിരുന്നു. ഉച്ചയോടെ ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള പരിശ്രമം നടത്തി. ക്ഷേത്രത്തിനകത്ത് വിളക്കുകൾ തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന പോളിസ്റ്റർ തുണികൾ മാലിന്യക്കൂട്ടത്തിലുണ്ട്. ഇതിൽ നെയ്യും എണ്ണയും പുരണ്ടതിനാൽ ഇവ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിലെ തീ പൂർണ്ണമായും അണയ്ക്കാനാകുന്നില്ല. ഇതിൽ നിന്നുള്ള കറുത്ത പുക ശ്വസിക്കുമ്പോൾ അസ്വസ്ഥത അനുഭവപ്പെടുന്നതായി പരിസരവാസികൾ പറയുന്നു. കഴിഞ്ഞ 3 ദിവസമായി തുടരുന്ന ഈ ദുരിതം കാണാതെ നഗരസഭയും ദേവസ്വവും പ്രദേശവാസികളെ വെല്ലുവിളിക്കുകയാണെന്ന് വാർഡ് കൗൺസിലറും പ്രതിപക്ഷ നേതാവുമായ KP ഉദയൻ ആരോപിച്ചു. പുകഞ്ഞുകൊണ്ടിരിക്കുന്ന തീ ആളിക്കത്തിയാൽ പരിസരത്തെ വീടുകളിലേക്ക് പടരുമോയെന്ന ആശങ്കയുമുണ്ട്. കോടികൾ വരുമാനമുള്ള ദേവസ്വം മാലിന്യ സംസ്കരണത്തിന് ശാസ്ത്രീയമായ സംവിധാനം ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഗുരുവായൂർ ദേവസ്വത്തിന്റെ തിരുത്തിക്കാട്ട് പറമ്പ് വർഷങ്ങളായി കാട് പിടിച്ച് മാലിന്യം കൊണ്ട് നിക്ഷേപിക്കുന്ന ഒരു കേന്ദ്രമാക്കി ഗുരുവായൂർ ദേവസ്വം മാറ്റുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ പരിസരത്ത് താമസിക്കുന്ന ഒട്ടനവധി വീടുകളിലെ ജനങ്ങൾക്ക് രാത്രി സമയങ്ങളിൽ വാതിലോ ജനലോ തുറക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ്. ഇന്നലെ രാത്രി തന്നെ ഒട്ടനവധി ആളുകളാണ് ആ പ്രദേശത്തിൻ്റെ ജനപ്രതിനിധി എന്ന നിലയ്ക്ക് എന്നെ വിളിച്ച് സങ്കടം പറഞ്ഞിട്ടുള്ളത്. ദുർഗന്ധത്തോടു കൂടിയുള്ള പുകയാണ് ആ പരിസരത്ത് ആകെ പരക്കുന്നത്. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളടക്കം അവിടെ കൊണ്ടുപോയിട്ട് കത്തിക്കുന്നത് 3 ദിവസമായി നിരന്തരം അവിടെ പുകയാണ്. തീ ഇതുവരെ കിടത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്ന നിമിഷത്തിൽ പോലും അവിടെ ഗുരുവായൂർ ഫയർഫോഴ്സിൻ്റെ പ്രവർത്തകർ വന്ന് അവിടെ വെള്ളം അടിച്ച് കിടത്താനുള്ള ശ്രമം നടക്കുകയാണ്. ഇതിനൊന്നും ഗുരുവായൂർ ദേവസ്വത്തിൻ്റെയും ഗുരുവായൂർ നഗരസഭയുടെയും ഭാഗത്ത് നിന്ന് യാതൊരു വക പരിഹാരം കാണാനുള്ള ശ്രമങ്ങളും അവിടെ നടത്തിയതായി കാണുന്നില്ല. ഇത് വലിയ പ്രതിഷേധമാണ്.